റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ബോർഡാണ്. അതായത് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പവർട്രിക്കിൻ്റെ പുതിയൊരു 5.1 ബോർഡാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് പവർട്രിക്ക് ഇറക്കിയിരിക്കുന്ന 5.1 ആംപ്ലിഫയർ ബോർഡ്. ഇതിനെന്താ പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടാറുള്ളത് മിക്കവാറും ഒന്നില്ലെങ്കിൽ 5 ചാനൽ, അല്ലെങ്കിൽ 2 ചാനൽ, അല്ലെങ്കിൽ 2.1 ബോർഡുകൾ, അല്ലെങ്കിൽ സബിൻ്റെ ആമ്പ് മാത്രമായിട്ട് ഇങ്ങനെയൊക്കെയാണ് കിട്ടാറുള്ളത്. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും, അതായത് നല്ല രീതിയിൽ ആംപ്ലിഫയർ ചെയ്യുന്നവർക്കും പഠിച്ചു വന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ബോർഡാണ്. അതായത് നമുക്ക് വളരെയധികം എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഇതിൽ കൂടുതലും എല്ലാവരും സോക്കറ്റുകൾ കൊടുത്തിട്ട് സോൾഡർ ചെയ്തെടുക്കാം. അങ്ങനെ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കൊടുത്തിട്ടാണ് ഈ ആംപ്ലിഫയർ ബോർഡ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് എളുപ്പത്തിൽ ഇത് ക്യാബിനിൽ ഫിറ്റ് ചെയ്യുക, വയറിങ് ചെയ്യുക, നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ കൊടുക്കുക. ഇത്രയൊക്കെയാണ്. റിമോട്ട് കിറ്റിനെ സംബന്ധിച്ച് റിമോട്ട് കിറ്റിൻ്റെ ഔട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുക. അത്രയും സ്പീക്കർ ഔട്ടുകളൊക്കെ എടുത്ത് സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് കണക്ട് ചെയ്ത് ഇതിൻ്റെ നേരെ ഔട്ട് സ്പീക്കറിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയും എളുപ്പത്തിലാണ് ഈ ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 5 ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന NJW സീരീസ് ആണ് 02, 81, 03, 02. ഇതാണ് 5 ചാനലിന് വേണ്ടി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ചാനലിൽ 100 വാട്ട് വീതം കിട്ടും. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ളതൊക്കെ തന്നെയാണ് പവർട്രിക്കിൻ്റെ ബോർഡ്. ഇത് അതേപോലത്തെ ഒരു ബോർഡ് തന്നെയാണ്. സബ് ഊഫറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന IRF 240, 940 തന്നെയാണ്. അത് നമുക്ക് 200 വാട്ട് സബ് ഊഫർ ഔട്ട് കിട്ടും. നമുക്ക് 4 ohms കൊടുക്കാൻ 200 വാട്ടോളം കിട്ടും. നല്ലൊരു ഹെവി പഞ്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്ന ഈ ബോർഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു സബ് ഊഫറിൻ്റെ ഫിൽറ്റർ ബോർഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രീക്വൻസിയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു സബ് പ്രീ ബോർഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. 15,000-ന്റെ 2 കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, ബ്രിഡ്ജ് ഡയോഡ്. അതുപോലെ തന്നെ ഇതിന് 12 എടുക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഫാനിന് വേണ്ടിയുള്ള 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ബോർഡ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോർഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ എന്തൊക്കെ കമ്പോണൻസുകളാണ് വ്യത്യാസം വരുത്തിയെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കണക്ഷനുകളും കറക്റ്റായിട്ട് ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ്സിങ്ങിൻ്റെ അറ്റം മുതൽ ഈ അറ്റം വരെ വരുന്നത് 18.5 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ടോട്ടലി ഇങ്ങനെ വീതി വരുന്നത്. നീളം വരുന്നത് ഏകദേശം നോക്കുകയാണെങ്കിൽ 24.5 സെൻറ്റിമീറ്റർ ആണ് നീളം വരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നോർമൽ ഒരു ക്യാബിനിൽ കറക്റ്റ് ഇരിക്കും ചെയ്യും. ട്രാൻസ്ഫോമറിനുള്ള സ്പേസ് കിട്ടും. സറൗണ്ട് ബോർഡിനുള്ള സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് പവർട്രിക്കിൻ്റെ പുതിയ ബോർഡ് വന്നിരിക്കുന്നത് 5.1. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്റർ ഭാഗം 5 ചാനലിന് ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്റർ തന്നെയാണ്. NJW സീരീസിൽ വരുന്നതാണ്. ഇതിനകത്ത് 5 പെയർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ NPN PNP ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ വരുന്നത് BD 139, 140 ആണ് ഇതിനകത്ത് ഈ ഭാഗത്ത് വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് 1027, 1023 നമ്മൾ ക്വാളിറ്റി കൂടുതലാണ്. ഈ ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പോണൻറ്റുകളെല്ലാം നോക്കിയറിയാം കൂടുതലും സാംസങ്ങും കെൽട്രോണൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബോക്സ് സെറ്റ് കപ്പാസിറ്ററുകളൊക്കെ തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് വരുന്നതെല്ലാം സ്പീക്കർ ഔട്ടുകൾ, RMC സോക്കറ്റ് വെച്ചിരിക്കുന്നതെല്ലാം സ്പീക്കർ സോക്കറ്റാണ്. ഒറിജിനൽ ട്രാൻസിസ്റ്റർ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ തന്നെയാണ് ട്രാൻസിസ്റ്ററുകൾ കോപ്പിയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ട്രാൻസിസ്റ്ററിന് വില കൂടുതലാണ് ഒറിജിനൽ എടുക്കുന്തോറും. ഈ ഭാഗത്ത് വന്നിരിക്കുന്ന മോസ്ഫെറ്റ് ആണ്. സബ് ഊഫറിൻ്റെ ആംപ്ലിഫയർ ആണ്. 2 പെയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 4 മോസ്ഫെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും സാധാരണ വരുന്ന ഈ ഭാഗത്ത് നോക്കിയാൽ അറിയാം ഇവിടെ 198 NPN PNP ഒക്കെ വരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1023, 1027 തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് അതിന് ഓഡിയോയ്ക്ക് ക്വാളിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ കൂടുതലും ഉപയോഗിക്കുന്നത്. പഴയ ട്രാൻസിസ്റ്റർ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വില കൂടുതലാണ്. അതുപോലെ തന്നെ മോസ്ഫെറ്റും ഒറിജിനൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കോപ്പിയല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിന് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റിന് വില കുറവാണ്, ഒറിജിനലിന് വില കൂടുതലാണ്. പിന്നെ വരുന്നത് സബ് ഊഫർ പ്രിയ ബോർഡാണ് ഈ കാണുന്നത്. അതായത് സബ് ഊഫറിൻ്റെ ഫിൽറ്റർ. ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഉപയോഗിച്ചിരിക്കുന്നത് TL072 ആണ് ഇതിനകത്തിരിക്കുന്ന ഈ IC ഓഫ് ആമ്പ് 2 ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഫ്രീക്വൻസിയും അഡ്ജസ്റ്റ് ചെയ്യാം, ഗെയിനും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ബോർഡിൽ നിന്ന് ടോട്ടൽ ഈ ഒരു സബ് ഊഫർ വേണ്ടാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു സബ് ഊഫറിലേക്കുള്ള ഒരു ഔട്ട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സബ് ഊഫറിലേക്കും വേണമെങ്കിൽ ഇതിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് 15,000-ന്റെ 63 വോൾട്ട് 2 കപ്പാസിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മെറ്റൽ ഡയോഡ്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഫാനിന് വേണ്ടിയുള്ള ഒരു കണക്ഷനാണ്. RMC സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 12 വോൾട്ട് റെഗുലേറ്റർ IC ഉപയോഗിച്ചിരിക്കുന്നത് 7812. പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ഡ്യുവൽ സപ്ലൈക്ക് വേണ്ടിയാണ് 2 കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നത്. 2 റെഗുലേറ്റർ IC 12 വോൾട്ടിൻ്റെ കൊടുത്തിരിക്കുന്നു. പിന്നെ വന്നിരിക്കുന്നത് 12 എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലസ് മൈനസ് 0 ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 15 വോൾട്ട് വരെ കൊടുക്കാമെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് കൂടാതെ ഈ 2 ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ കൂടാതെ തന്നെ നമുക്ക് വീണ്ടും 2 കപ്പാസിറ്റർ ഇതിൽ വഴി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മോൾ വശം വരുന്നത്. ഇനി
ഇതിൻ്റെ കണക്ഷൻ നോക്കാം. കണക്ഷൻ വന്നിരിക്കുന്നത് ഇതിനകത്ത് 5 ചാനലിൻ്റെ സ്പീക്കർ ഔട്ടുകളും അതുപോലെ തന്നെ ഇൻപുട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇതിനകത്ത് പ്ലസ്, ഇത് 0. ഈ 0 വന്നിരിക്കുന്നത് കോമൺ ആണ്. ഈ 5 ചാനലിലേക്ക് വേണ്ടി 0 കോമൺ ആണ്. ഇൻപുട്ടാണ് വ്യത്യാസം. ഇൻപുട്ട് നോക്കിയാൽ ഇതാണ് ഇൻപുട്ട്. നമ്മൾ റിമോട്ട് കിറ്റിൽ നിന്ന് വരുന്ന ഇൻപുട്ടുകൾ ഈ ഓരോ പോയിന്റിൽ കൊടുക്കുക. 5 ചാനലിലേക്ക് സെപ്പറേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ സ്പീക്കർ ഔട്ടാണ് ഈ കാണുന്നത്. സ്പീക്കറിൻ്റെ പ്ലസ് ആണിത്. ഇത് മൈനസ് ആണ്. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിലെ ഗ്രൗണ്ടും സ്പീക്കറിൻ്റെ ഗ്രൗണ്ടും ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ പ്ലസ് മാത്രമാണ് സെപ്പറേറ്റ് എടുക്കേണ്ടുള്ളൂ. പ്ലസ് നമ്മൾ മൈനസ് കോമൺ എടുത്തതിന് ശേഷം പ്ലസ് സെപ്പറേറ്റ് സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് സ്പീക്കറിലേക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇതിൻ്റെ സബ് വൂഫറിൻ്റെ ഫിൽറ്റർ. ഇതാണ് സബ് വൂഫറിലേക്കുള്ള സെപ്പറേറ്റ് ആംബ് വയ്ക്കുകയാണെങ്കിലുള്ള ഔട്ട്. ഇതാണ് സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ. ഇതിൻ്റെ സ്പീക്കർ ഔട്ടാണ് ഈ കാണുന്നത്. സ്പീക്കറിൻ്റെ പ്ലസ്, സ്പീക്കർ മൈനസ്. സപ്ലൈ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സപ്ലൈ ഇതെല്ലാനും ജമ്പർ വഴിയായിട്ടും ഡയറക്റ്റൊക്കെ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് പവർ സപ്ലൈ സെക്ഷനാണ്. പവർ സപ്ലൈ വന്നിരിക്കുന്നത് നമുക്ക് ഔട്ട് കിട്ടുന്നത് 35 ആണ്. 27 നമ്മുടെ ട്രാൻസ്ഫോമർ കൊടുക്കാം. ഇതിൽ ഈ ഡയോഡ്, മെറ്റൽ ഡയോഡ് വന്നിരിക്കുന്നത് 35 ആംപിയറാണ്. അതുകൊണ്ട് കൊടുക്കാം. പിന്നെ കൊടുക്കേണ്ടത് ഒരു 12 അതുപോലെ തന്നെ 12 ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട് നമ്മൾ നോക്കേണ്ട കാരണം ഔട്ട് ഇതേപോലെ തന്നെ ഡയറക്റ്റ് 5 ആംപ്ലിഫയറിലേക്കും സബ് വൂഫറിലേക്കുള്ള ഔട്ട് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 27 അല്ലെങ്കിൽ 25 നമുക്ക് ഡയറക്റ്റ് ഈ കണക്ഷനിൽ കൊടുക്കാം. അതായത് 25 കൊടുക്കുക, 0 ഈ പോയിന്റിൽ കൊടുക്കുക. പിന്നെ പ്ലസ് മൈനസ് ഇതിൽ നിന്ന് വേറെ കണക്ഷൻ എടുക്കണമെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് പ്ലസ് മൈനസും 0 എടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് 12 ഡ്യുവൽ സപ്ലൈ ആണ്. പിന്നെ ഒരു ഫാനിൻ്റെ കണക്ഷൻ സെപ്പറേറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻ ഇതിൽ നിന്ന് എടുക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. സ്പീക്കറിൻ്റെ സബ് വൂഫറിൻ്റെ പ്ലസ് മൈനസ് അതുപോലെ തന്നെ സബ് വൂഫർ ഫിൽറ്ററിലേക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കേണ്ടത് സബ് വൂഫർ നമ്മൾ 5 ചാനലിൽ കൊടുക്കേണ്ടത് റിമോട്ട് കിറ്റിൽ നിന്ന് വരുന്ന ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ എന്ന രീതിയിൽ ഈ 5 ചാനൽ ഉപയോഗിക്കുക. അതുകൂടാതെ സബ് വൂഫറിലേക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ റിമോട്ട് കിറ്റിൽ നിന്ന് വരുന്ന സബ് വൂഫറിൻ്റെ ഔട്ട് ഇത് ലെഫ്റ്റ്, റൈറ്റ് ആണ്. ഇത് രണ്ടും ഒന്നിച്ച് കൊടുത്താലും മതി. കോമൺ ആണ് ഈ ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് 0 പോയിന്റ്. ഇതിൽ ഏതെങ്കിലും 2 കണക്ഷൻ നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെയായാലും കൊടുക്കാം. സബിൻ്റെ ഔട്ട് ഇതിലേക്ക് കൊടുത്തതിന് ശേഷം ഇതിൽ ഡയറക്റ്റ് സബ് വൂഫർ ഇതിലേക്ക് പോകുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് സബ് ഔട്ട് നമുക്ക് ഇവിടെ നിന്നും വേറെ എടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നതെന്ന് വെച്ചാൽ 5 ചാനലിൻ്റെ സ്പീക്കർ ഔട്ട് ഇതുവഴി എടുക്കുക. ഇൻപുട്ടുകൾ ഓരോന്നും നോക്കി കറക്റ്റ് ഇവിടെ ഇൻപുട്ടുകൾ ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. സബ് വൂഫറിൻ്റെ ഇൻപുട്ടും ഈ ഭാഗത്ത് കൊടുക്കുക. പിന്നെ വരുന്നത് സബ് വൂഫറിൻ്റെ സ്പീക്കർ ഔട്ട് ഇതാണ്. അപ്പോൾ അതായത് 5 ചാനലും ഒരു സബും. പിന്നെ വരുന്നത് സപ്ലൈ ആണ്. സപ്ലൈയിലെ പ്ലസ് മൈനസ് 0 കറക്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് കറക്റ്റ് കൊടുക്കുക. നമുക്ക് ഏകദേശം ഒരു 25-20 ആംപിയറൊക്കെ വരെ കൊടുക്കാവുന്ന രീതിയിലാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് ഫോൺ ചെയ്താലും മതി. ഞാൻ ഡയറക്റ്റ് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ ഈ ബോർഡ്, ആംപ്ലിഫയർ ബോർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആളുടെ നമ്പർ, അതായത് പവർട്രിക്കിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അദ്ദേഹത്തെ വിളിച്ചാൽ മതി. അദ്ദേഹത്തെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസ് വേണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ 2 പീസായാലും എത്രയായാലും കൊറിയർ അയച്ചു തരും. ഇതിപ്പോൾ സെപ്പറേറ്റ് വലിയ ഹീറ്റ്സിംഗ് ആണ്. അപ്പോൾ ആ ഹീറ്റ്സിങ്ങിൽ വില വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ കമ്പോണൻസിലും ചെറിയ ചെറിയ വേരിയേഷനുകൾ വന്നുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 4200 രൂപ, 4300 രൂപ താഴേക്കാണ് ഇതിൻ്റെ വില വരുന്നത്. നമ്മളതിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന കമ്പോണൻറ്റ് ഉപയോഗിച്ചും അതുപോലെ തന്നെ നമ്മൾ ഓരോ പീസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ക്വാളിറ്റി ഒറിജിനലിട്ടും ട്രാൻസിസ്റ്ററുകളൊക്കെ ചെറിയ മാറ്റം വരുത്തിയൊക്കെ ചെയ്തു വരുന്ന ബോർഡുകൾക്ക് ഓരോ ബോർഡും 5 ചാനൽ ബോർഡ് എടുത്തായാലും സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ ബോർഡ് എടുത്തായാലും പവർ സപ്ലൈ സെപ്പറേറ്റ് ചെയ്തും നമ്മൾ സബിൻ്റെ പ്രീ ഉപയോഗിച്ചും ഇതേപോലെ ഒരു PCBയിലും ചെയ്ത് കിട്ടാനും ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ മേടിക്കുമ്പോൾ ഹീറ്റ്സിംഗ് ഒക്കെ മേടിക്കുമ്പോൾ ഏകദേശം വില വെച്ച് നോക്കുമ്പോൾ വളരെയധികം ലാഭമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു കിട്ടാന്ന് പറഞ്ഞാൽ നോയ്സുകളൊക്കെ കുറയും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ തന്നെ പവർ സപ്ലൈയിൽ നമ്മൾ ഡയറക്റ്റ് പവർ സപ്ലൈ കൊടുക്കാം. മറ്റുള്ള കണക്ഷനുകളൊക്കെ ഒറ്റ കണക്ഷനിൽ തന്നെ തീരുമെന്ന് പറയാൻ നമുക്ക് കുറേ നോയ്സുകളും കാര്യങ്ങളൊക്കെ കുറവ് വരും. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഉപകാരം. പിന്നെ ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം എളുപ്പമാണ്. കാരണം ഇതിൻ്റെ വയറിംഗ് ഒക്കെ വളരെ സിമ്പിൾ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അദ്ദേഹത്തെ ഫോൺ നമ്പറിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ആ ഫോൺ നമ്പറിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വിളിക്കുക. വിളിച്ചതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ചോദിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ അവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.